നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ICECH പ്രഥമ പിക്കിൾ ബോൾ ടൂർണമെന്റ് സെന്റ് ജോസഫ്, സെന്റ് ജെയിംസ്, സെന്റ് തോമസ് ടീമുകൾ ജേതാക്കൾ. IOC പെൻസിൽവാനിയ ചാപ്റ്റർ ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പന്തളം ബാലൻ, വാരനാട്, ജോസ് കുന്നേൽ എന്നിവർക്ക് ആദരം. കേരള അസോസിയേഷൻ ഓഫ് ഡാലസ് ഓണാഘോഷം സെപ്റ്റംബർ 6-ന് ഡോക്ടർ UPR മേനോൻ മുഖ്യാതിഥി. വേൾഡ് മലയാളി കൗൺസിൽ ഫ്ലോറിഡ പ്രൈം പ്രൊവിൻസ് ഓണാഘോഷം ഹൃദ്യമായി. ചെന്നൈയുടെ സിൽവർ ജൂബിലി ഗ്ലോബൽ കൺവെൻഷൻ സ്വച്ഛം സുന്ദരം വൈവിധ്യപൂർണ്ണം. വാർത്തകൾ വിശദമായി. അമേരിക്കയിലെ മലയാളി സമൂഹത്തിന് അത്ര പരിചയമല്ലാത്ത ഒരു ഗെയിം, ബാഡ്മിന്റന്റെയും ടെന്നീസിന്റെയും മറ്റൊരു വകഭേദമായ പിക്കിൾ ബോൾ ടൂർണമെന്റിന്റെ പ്രഥമ മത്സരത്തിൽ തന്നെ 25 ടീമുകളുടെ ഉജ്ജ്വല പോരാട്ടം. അത്യന്തം ആവേശം നിറഞ്ഞ ഈ പ്രഥമ ടൂർണമെന്റിൽ ഹ്യൂസ്റ്റൺ സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ച്, സെന്റ് ജെയിംസ് ജ്ഞാനായ ചർച്ച്, സെന്റ് തോമസ് CSI ചർച്ച് ടീമുകൾ ജേതാക്കളായി എവർ റോളിംഗ് ട്രോഫികളിൽ മുത്തമിട്ടു. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ഹ്യൂസ്റ്റന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ഓഗസ്റ്റ് 16, 17 തീയതികളിൽ ഹ്യൂസ്റ്റൺ ട്രിനിറ്റി സെന്ററിൽ വെച്ച് നടത്തപ്പെട്ട ടൂർണമെന്റ് ICECH പ്രസിഡന്റ് റവറൻ ഫാദർ ഡോക്ടർ ഐസക് B. പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷാജൻ ജോർജ് സ്വാഗതം ആശംസിച്ചു. ട്രിനിറ്റി മാർത്തോമ ഇടവക വികാരി റവറൻ ജിജു M. ജേക്കബ് പ്രാരംഭ പ്രാർത്ഥന നടത്തി. വിവിധ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടത്തി. ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ ഹ്യൂസ്റ്റൺ സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ച് ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ചർച്ചിനെ 11-6, 11-6 പോയിന്റിൽ പരാജയപ്പെടുത്തി. ഓപ്പൺ വനിതാ വിഭാഗത്തിൽ ഹ്യൂസ്റ്റൺ സെന്റ് ജെയിംസ് ജ്ഞാനായ ചർച്ച് ട്രിനിറ്റി മാർത്തോമ ചർച്ചിനെ 11-8, 7-11, 11-8 പോയിന്റിൽ പരാജയപ്പെടുത്തി. ഞായറാഴ്ച നടന്ന സീനിയേഴ്സ് വിഭാഗത്തിൽ ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് CSI ചർച്ച് ട്രിനിറ്റി മാർത്തോമ ചർച്ചിനെയും 11-8, 11-9 പോയിന്റിൽ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗം MVP മെറിൻ സക്കറിയ സെന്റ് ജെയിംസ് ജ്ഞാനായ, മെൻസ് ഓപ്പൺ MVP ലാൻഡ് പ്രിൻസ് സെന്റ് ജോസഫ് സീറോ മലബാർ, സീനിയേഴ്സ് 55 വയസ്സിന് മുകളിൽ സുനിൽ പുളിമൂട്ടിൽ സെന്റ് തോമസ് CSI, മോസ്റ്റ് സീനിയർ പ്ലെയർ MC ചാക്കോ ട്രിനിറ്റി മാർത്തോമ, വനിതാ റൈസിംഗ് സ്റ്റാർ ഡിയ ജോർജ് ട്രിനിറ്റി മാർത്തോമ, മെൻസ് റൈസിംഗ് സ്റ്റാർ അനിത് ഫിലിപ്പ് ട്രിനിറ്റി മാർത്തോമ. ഞായറാഴ്ച വൈകുന്നേരം നടന്ന സമ്മാനദാന ചടങ്ങിൽ വിജയികൾക്ക് സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു ട്രോഫികൾ നൽകി. മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ട്, ഫോർട്ട് ബെൻഡ് കൗണ്ടി ഡിസ്ട്രിക്ട് ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. വിജയികൾക്ക് ഫാൻസി മോൾ പള്ളാത്തുമഠം സ്പോൺസർ ചെയ്ത ട്രോഫി, മണ്ണിൽ ഉമ്മൻ ജോർജ് മെമ്മോറിയൽ ട്രോഫി, അപ്ന ബസാർ ട്രോഫി, ICECH വക ട്രോഫികളും നൽകി. ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകിയ റജി കോട്ടയം, അനിത് ഫിലിപ്പ് എന്നിവരെ പ്രത്യേക മൊമെന്റോകൾ നൽകി ആദരിച്ചു. ICECH വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ രാജേഷ് K. ജോൺ, സെക്രട്ടറി ഷാജൻ ജോർജ്, സ്പോർട്സ് കൺവീനർ റവറൻ ജീവൻ ജോൺ, സ്പോർട്സ് കോർഡിനേറ്റർ റജി കോട്ടയം, ട്രഷറർ രാജൻ അങ്ങാടിയിൽ, ICECH PRO ജോൺസൺ ഉമ്മൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഫാൻസിമോൾ പള്ളാത്തമഠം, നൈനാൻ വീട്ടിനാൽ, ബിജു ചാലക്കൽ, അനിത് ജോർജ് ഫിലിപ്പ്, ബാബു കലീന എന്നിവർ നേതൃത്വം നൽകി. ഫാൻസിമോൾ പള്ളാത്തുമഠം നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയ ഘടകം സംഘടിപ്പിച്ച 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രശസ്ത മലയാളം പിന്നണി ഗായകൻ പന്തളം ബാലൻ, സുനീഷ് വാരനാട്, അറ്റോർണി ജോസ് കുന്നേൽ എന്നിവർക്ക് ആദരവ് അർപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഈപ്പൻ ഡാനിയൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് പൊന്നാട അണിയിക്കുകയും ചാപ്റ്റർ ചെയർമാൻ സാബൂസ്കറിയ ഫലകം സമ്മാനിക്കുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി സജീവമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 2019 മുതൽ കാസർഗോഡ് MPയാണ്. KPCC സെക്രട്ടറിയായും KPCC വക്താവായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ എതിരാളിയെ 40,438 വോട്ടിന് പരാജയപ്പെടുത്തി കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2024 1,01,523 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം കൈവരിച്ചത്. പൊതുസംവാദങ്ങളിലും ടെലിവിഷൻ സംവാദങ്ങളിലും കുറിക്കുകൊള്ളുന്ന മറുപടിയും മൂർച്ചയുള്ള പ്രതികരണങ്ങളുമായി ശ്രദ്ധിക്കപ്പെടുന്ന നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. നിരവധി മലയാള സിനിമകളിൽ പിന്നണി ഗാനം ആലപിച്ചിട്ടുള്ള പന്തളം ബാലൻ ദേവരാജൻ മാസ്റ്റർ അവാർഡ്, ബ്രഹ്മാനന്ദൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നിവയ്ക്ക് പുറമെ 8000 ഗാനമേള വേദി തികച്ചതിനുള്ള സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ആദരവും നേടിയിട്ടുണ്ട്.
ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയയ്ക്ക് വേണ്ടി ട്രഷറർ ഫിലിപ്പോസ് ചെറിയാൻ ശ്രീ പന്തളം ബാലന് പൊന്നാട അണിയിക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഫലകം സമ്മാനിക്കുകയും ചെയ്തു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് സുനീഷ് വാരനാട്. ഗോഡ്ഫാദർ, റാംജിറാവ് സ്പീക്കിംഗ് പോലെ നിരവധി സിനിമകളിലും ബഡായി ബംഗ്ലാവ്, പൊളിട്രിക്സ് ഉൾപ്പെടെയുള്ള നിരവധി ടെലിവിഷൻ ഷോകളിൽ സ്ക്രിപ്റ്റ് റൈറ്ററായും ശോഭിച്ചിട്ടുള്ള അദ്ദേഹം മികച്ച സ്റ്റാൻഡപ്പ് കൊമേഡിയനായി ജനപ്രീതി നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയയ്ക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് കുര്യൻ രാജൻ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പെൻസിൽവാനിയയിലെ പ്രശസ്ത അറ്റോർണിയായ ജോസ് കുന്നേൽ മികച്ച അഭിഭാഷകനും നിരവധി പ്രസ്ഥാനങ്ങളുടെ സപ്പോർട്ടറുമാണ്. ഫിലിപ്പോസ് ചെറിയാൻ അദ്ദേഹത്തിനു വേണ്ടി ഫലകം ഏറ്റുവാങ്ങി. പരിപാടിയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി നടന്ന നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിതരണം ചെയ്തു. ഒന്നാം സമ്മാനമായി ഗ്ലോബൽ ട്രാവൽ സ്പോൺസർ ചെയ്ത ഇന്ത്യയിലേക്കുള്ള എയർ ടിക്കറ്റ് വർഗീസ് ഇലഞ്ഞിമറ്റത്തിന് ലഭിച്ചു. പെപ്പർ പാലസ് സ്പോൺസർ ചെയ്ത രണ്ടാം സമ്മാനം നയനൻ മത്തായിക്കും അലക്സ് തോമസ്, ന്യൂയോർക്ക് ലൈഫ് സ്പോൺസർ ചെയ്ത മൂന്നാം സമ്മാനം മനോജ് ലാമണ്ണിലിനുമാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി. കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2025 സെപ്റ്റംബർ 6 രാവിലെ 10 മണിക്ക് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടക്കും. വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഹ്രസ്വ സന്ദർശനത്തിനായി അമേരിക്കയിൽ എത്തിച്ചേർന്ന ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഉക്രൈൻ പ്രസിഡന്റായ ഡോക്ടർ UPR മേനോൻ ഓണസന്ദേശം നൽകും. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ ഉന്നമനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഉക്രൈനിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സീനിയർ കൺസൾട്ടന്റ് കൂടിയായ അദ്ദേഹത്തിന് 3 പതിറ്റാണ്ടിലേറെയുള്ള ഔഷധ നിർമ്മാണ രംഗത്തെ പരിചയസമ്പത്തുണ്ട്. ഒരു ഓർത്തോപീഡിക് സർജൻ കൂടിയായ ഡോക്ടർ മേനോൻ ഇന്ത്യക്കും കിഴക്കൻ യൂറോപ്പിനും ഇടയിലുള്ള ആരോഗ്യ മേഖലയിലെ സഹകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ഉക്രൈനിലേക്കും സമീപ രാജ്യങ്ങളിലേക്കും എത്തിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിക്കുന്നു. പൊതുജനാരോഗ്യം, ധാർമ്മികപരമായ ബിസിനസ് രീതികൾ, സുസ്ഥിരമായ വ്യവസായ വളർച്ച എന്നിവയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ഈ രംഗത്ത് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു. കളരി, മോഹിനിയാട്ടം, കേരള നടനം, മാർഗംകളി, ഒപ്പന, തെയ്യം, കഥകളി, പുലികളി, ഓട്ടൻതുള്ളൽ തുടങ്ങിയ കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിക്കും. നാടൻ നൃത്തം, വർണ്ണച്ചുവട് തുടങ്ങിയ മനോഹരമായ നൃത്തപരിപാടികളും ഉണ്ടാകും. പാരമ്പര്യവും നിറങ്ങളും ഒത്തുചേരുന്ന അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ ആദ്യമായി അവതരിപ്പിക്കുന്ന ചില പ്രത്യേക പരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. ഇവയെല്ലാം ഒത്തുചേർന്ന ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകുന്ന ദൃശ്യവിരുന്നായിരിക്കും ഓണാഘോഷമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സുബി ഫിലിപ്പ്, ആർട്ട് ഡയറക്ടർ, പ്രദീപ് നാഗനൂലിൽ പ്രസിഡന്റ്, മഞ്ജിത് കൈനിക്കര സെക്രട്ടറി എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് മലയാളി. വേൾഡ് മലയാളി കൗൺസിൽ ഫ്ലോറിഡ പ്രൈം പ്രൊവിൻസിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ തികച്ചും ഹൃദ്യമായി. ഓണാഘോഷത്തിൽ അമേരിക്കയിലെ വിവിധ സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക പ്രതിനിധികൾ പങ്കെടുത്തു. ഓഗസ്റ്റ് 16 ജോൺ മൂർ റോഡ് കമ്മ്യൂണിറ്റി സെന്ററിന്റെ വിശാലമായ ഗ്രൗണ്ടിലും ഹാളിലുമായി വൈവിധ്യമാർന്ന കലാപരിപാടികളോടും വിഭവസമൃദ്ധമായ ഓണസദ്യയോടും കൂടി സംഘടിപ്പിച്ച ഈ പരിപാടി പങ്കെടുത്ത കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദികരമായി. ഉയർന്ന മരക്കൊമ്പിലൊരുക്കിയ ഊഞ്ഞാൽ, വർണ്ണശബളമായ പൂക്കളം, തിരുവാതിര നൃത്തം തുടങ്ങിയവ ഏവരിലും ഗൃഹാതുരത്വം ഉളവാക്കി. MC പ്രവർത്തിച്ച സെക്രട്ടറി അഞ്ജലി നായർ വിശിഷ്ടാതിഥികളെയും സദസ്യരെയും പൊതുസമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. തുടർന്ന് നടന്ന നിലവിളക്ക് കൊളുത്തൽ ചടങ്ങിൽ സീനിയർ മെമ്പർ മിസ്സിസ് ലീലാമ്മ മേബി, അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ബ്ലസൻ മണ്ണിൽ, വൈസ് ചെയർ സോണിയ തോമസ്, മീഡിയ ചെയർ രാജു മൈലപ്ര, ഫ്ലോറിഡ പ്രസിഡന്റ് കാരലിൻ ബ്ലസൻ, ഫോമ മുൻ ജനറൽ സെക്രട്ടറി ബിജു തോണിക്കടവിൽ, സെക്രട്ടറി അഞ്ജലി നായർ, ട്രഷറർ ദീപക് സതീഷ്, ബിസിനസ് ഫോറം സിദ്ധാർത്ഥ്, പ്രൈം പ്രൊവിൻസ് സ്ഥാപക നേതാവ് ബേബി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് ബ്ലസൻ മണ്ണിലിന്റെ ആമുഖ പ്രസംഗത്തിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ ജനോപകാരപ്രദമായ പരിപാടികളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകി. പ്രശസ്ത സാഹിത്യകാരൻ രാജു മൈലപ്ര ഓണസന്ദേശം നൽകി. ഫോമ മുൻ ജനറൽ സെക്രട്ടറി ബിജു തോണിക്കടവിൽ, ദീപക് സതീഷ് എന്നിവർ ഓണാശംസകൾ നേർന്നു. ഫ്ലോറിഡ പ്രൊവിൻസ് പ്രസിഡന്റ് കാരലിൻ ബ്ലസൻ പ്രൊവിൻസിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച് ഒരു വിവരണം നൽകി. ആഘോഷങ്ങളിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി. ശീതൽ തോമസിന്റെ ഗാനാലാപനം ഹൃദ്യമായി. തുടർന്ന് ഹോം മെയ്ഡ് വിഭവങ്ങളോടുകൂടിയ രുചികരമായ തനിനാടൻ ശൈലിയിലുള്ള ഓണസദ്യ വിളമ്പി. ഓണസദ്യയ്ക്ക് ശേഷം നടത്തപ്പെട്ട അന്താക്ഷരി, അക്ഷരയുദ്ധം, ഫോട്ടോഷൂട്ട്,
മധുരവെറ്റില മുറുക്കാൻ തുടങ്ങിയ പരിപാടികൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. തികച്ചും കുടുംബാന്തരീക്ഷത്തിൽ നടത്തപ്പെട്ട ഈ ഓണാഘോഷ പരിപാടികളിൽ ആദ്യാവസാനം വരെ ആഹ്ലാദത്തോടെ പങ്കെടുത്തവർ സംഘാടകരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. സനാതന ധർമ്മ പ്രചരണാർത്ഥം 2.5 പതിറ്റാണ്ടായി വടക്കേ അമേരിക്കയിലും കാനഡയിലും പ്രവർത്തിച്ചു വരുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും ലോക ഹൈന്ദവ സമ്മേളനവും വൻ വിജയമാക്കി തീർത്തതിന് പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ള ഏവരോടും നന്ദി അറിയിച്ചു. MGM റിസോർട്ട് ഇന്റർനാഷണലിലാണ് ഓഗസ്റ്റ് 17 മുതൽ 19 വരെ ഈ ത്രിദിന മാമാങ്കം അരങ്ങേറിയത്. ജനറൽ സെക്രട്ടറി മധു ചെറിയടത്ത്, ട്രഷറർ രഘുവരൻ നായർ, കൺവെൻഷൻ ചെയർ സുനിൽ പൈങ്കോൽ, മറ്റംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ടി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലെ ഭരണസമിതിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നുവെന്നും നിഷ പിള്ള അറിയിച്ചു. ഹൈന്ദവ ആചാര്യന്മാർ, സാംസ്കാരിക നായകന്മാർ, കലാസാഹിത്യ മാധ്യമ ബിസിനസ് രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ കൺവെൻഷനിൽ 500-ൽ പരം കുടുംബങ്ങളിൽ നിന്ന് 2000-ൽ പരം അംഗങ്ങൾ വിരാട് 25 എന്ന പതാകയ്ക്ക് കീഴിൽ അണിനിരന്നുകൊണ്ടാണ് കൺവെൻഷൻ ആരംഭിച്ചത്. രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിൽ നിന്നുള്ള 25ഓളം വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. മീനാക്ഷി ലേഖി, ജഡ്ജ് രാജരാജേശ്വരി, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അമേരിക്കൻ ഏഷ്യൻ അഫയേഴ്സ് ഓഫ് ന്യൂയോർക്ക് സിബു നായർ, ജെ നന്ദകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവർ വേദിയെ ധന്യമാക്കി. അമൃതാനന്ദമയി അമ്മ ഓൺലൈനായി കൺവെൻഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ആചാര്യോപദേശം നൽകി. കേരളത്തിന്റെ തനത് കലകൾ അമേരിക്കയിലേക്ക് അക്ഷരാർത്ഥത്തിൽ പറിച്ചു നടുക എന്ന ഉദ്ദേശത്തോടെ നിരവധി പ്രോഗ്രാമുകളാണ് കണ്ണൂരുള്ള ഫോക്ക് ലാൻഡ് ഇന്റർനാഷണൽ എന്ന ടീം അവതരിപ്പിച്ചത്. കളരിപ്പയറ്റ്, ഗുരുവായൂർ ഉറിയടി, കാവിലാട്ടം, തെയ്യം, ഗരുഡൻ പറവ എന്നിങ്ങനെ നിരവധി വ്യത്യസ്ത പരിപാടികൾ കാണികൾക്ക് വേറിട്ട അനുഭവമായി. കഥകളി, മേളം പോലുള്ള ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിയത് പ്രശംസ പിടിച്ചുപറ്റി. 100 പേരുടെ താലപ്പൊലിയും മുത്തുകുടയുമൊക്കെയായി നാട്ടിലെ പൂരത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഘോഷയാത്രയും കണ്ണുകളെ കുളിരണിയിച്ചു. KHNA പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് ആചാര്യമര്യാദകൾ പാലിച്ചുകൊണ്ട് ആചാര്യന്മാരെ സ്വീകരിച്ചു. സ്ഥാപക നേതാക്കളെയും മുൻ പ്രസിഡന്റുമാരെയും വേദിയിൽ ആദരിച്ചു. തുടർന്ന് പ്രച്ഛന്നവേഷ മത്സരവും മെഗാ തിരുവാതിരയും അരങ്ങേറി. വിരാട് എന്ന തീമിൽ അധിഷ്ഠിതമായ സമഷ്ടി എന്ന നൃത്തനാടകവും ചലച്ചിത്രതാരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കാശി എന്ന നൃത്തപ്രകടനവും കലാസ്വാദകരെ ഹരം കൊള്ളിച്ചു. സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ സത്സംഗ്, സ്വാമി ചിദാനന്ദപുരി ആചാര്യോപദേശം, ആറ്റുകാൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ സർവ ഐശ്വര്യ പൂജ, ലളിതാ സഹസ്രനാമം, 3 കോടി മന്ത്രാർച്ചന സമർപ്പണം എന്നിവ സംഘടനയിലെ ഓരോ അംഗങ്ങളിലും സനാതനധർമ്മത്തിന്റെ ശക്തി ഊട്ടിയുറപ്പിച്ചു. യൂത്ത് ഫോർ ട്രൂത്ത് എന്ന പേരിൽ വിശിഷ്ടാതിഥികളും യുവാക്കളുമായുള്ള ചോദ്യോത്തര സെഷൻ, ലോലിപോപ്സ് വണ്ടർ എന്ന പേരിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് ആചാര്യന്മാർ മറുപടി കൊടുക്കുന്ന സെഷൻ, അരങ്ങ് യൂത്ത് ഫെസ്റ്റിവൽ, മാധ്യമ സെമിനാർ, യൂത്ത് ഫോറത്തിന്റെ കായിക പരിപാടി, ബിസിനസ് സെമിനാർ, രമേശ് നാരായണനും മധുശ്രീയും അവതരിപ്പിക്കുന്ന മൃദുമൽഹാർ എന്ന ഹിന്ദുസ്ഥാനി സംഗീത പരിപാടി, മാധ്യമ സെമിനാറിൽ 24 ന്യൂസ്, ഈ മലയാളി, ജന്മഭൂമി എന്നിങ്ങനെ പ്രമുഖ മാധ്യമ പ്രതിനിധികൾക്കൊപ്പം അമേരിക്കയിലെ മലയാളികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇലക്ടഡ് ഒഫീഷ്യലായ പ്രീനു നായരും പങ്കെടുത്തു. കാലിഫോർണിയ ടീമിന്റെ ഛായാമുഖി, മിഷിഗൺ ടീമിന്റെ കാളിയൻ ചാത്തൻ എന്നീ പരിപാടികളും കൺവെൻഷനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. സംവിധായകൻ ഹരിഹരന്റെ നേതൃത്വത്തിലുള്ള സെലിബ്രിറ്റി നൈറ്റിൽ നരേൻ, ശാന്തികൃഷ്ണ, അഭിലാഷ് പിള്ള തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. യൂത്ത് ഡിജെ നൈറ്റ് ആയിരുന്നു മറ്റൊരു ആകർഷണം. യോഗ, പൂജ, ഭജൻ, ഭക്തിമഞ്ജരി, മെഗാ മോഹിനിയാട്ടം, സ്ത്രീശക്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഫാഷൻ ഷോ, ലീല, സൗത്ത് ഫ്ലോറിഡ ടീമിന്റെ വൈശാലി, മാട്രിമോണിയൽ നെറ്റ്വർക്കിംഗ്, ജാനകി രംഗരാജന്റെ ഭരതനാട്യം, ലിറ്റററി ഫോറം, ഹെൽത്ത് സെമിനാർ, പ്രൊഫഷണൽ ഫോറം, തനിമ, സൂംബ ഡാൻസ് തുടങ്ങി ഒട്ടേറെ പരിപാടികൾ 2ാം ദിവസവും 3ാം ദിവസവുമായി അരങ്ങേറി. 1500 പേർക്ക് ഇലയിൽ വിളമ്പിയ പഴയിടം സ്പെഷ്യൽ സദ്യയും മനം കവർന്നു. സമാപന സമ്മേളനത്തിന് ശേഷം അകം ബാൻഡ് അവതരിപ്പിച്ച പ്രത്യേക പരിപാടി യുവാക്കളെ ഇളക്കിമറിച്ചു. പാട്ടിനൊത്ത് അവരെക്കൊണ്ട് നൃത്തച്ചുവടുകൾ വെപ്പിക്കാൻ സാധിച്ചതും KHNAക്ക് നവ്യാനുഭവമായി. രജത ജൂബിലി വർഷം തന്റെ സാരഥ്യത്തിൽ സംഘടനയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് സമാപന സമ്മേളനത്തിലെ ഹൃദയനിർഭരമായ പ്രസംഗത്തിൽ ഡോക്ടർ നിഷ പിള്ള പറഞ്ഞു.
നേതൃസ്ഥാനത്തേക്ക് കൂടുതൽ യുവാക്കൾ കടന്നുവരുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇതുതന്നെയായിരുന്നു അധികാരമേൽക്കുമ്പോൾ താൻ ആഗ്രഹിച്ചിരുന്നതെന്നും നിറഞ്ഞ മനസ്സോടെയാണ് പടിയിറക്കമെന്നും അവർ കൂട്ടിച്ചേർത്തു. സംഘടനയെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ പുതിയ ടീമിന് എല്ലാവിധ ആശംസകളും നേർന്നു. കൺവെൻഷനിൽ പങ്കെടുത്തവർ ബാബ്സ് ക്ഷേത്രത്തിലേക്ക് ഒരു യാത്രയും നടത്തി. ശാന്തവും സ്വച്ഛവുമായ ഒരു പിടി ഓർമ്മകളുമായി മടങ്ങി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.